നമസ്കാരം. നമ്മളിന്ന് അനലോഗ് കമ്മ്യൂണിക്കേഷനകത്ത് നാലാമത്തെ മൊഡ്യൂളിലെ അടുത്ത ടോപ്പിക്ക് ആംസ്ട്രോങ് മെത്തേഡ് ഓഫ് ഫ്രീക്വൻസി മോഡുലേഷൻ ആണ് നമ്മൾ നോക്കുന്നത്. ഈ ആംസ്ട്രോങ് മെത്തേഡ് എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് മെത്തേഡാണ്. ഫ്രീക്വൻസി മോഡുലേഷനിലുള്ള ഇൻഡയറക്റ്റ് മെത്തേഡാണ്. നമുക്കറിയാം ഡയറക്റ്റ് മെത്തേഡ്സിനകത്ത് നമ്മൾ ഒരു ഓസിലേറ്ററിൻ്റെ ഫ്രീക്വൻസി നമ്മുടെ മോഡുലേറ്റഡ് സിഗ്നൽ വോൾട്ടേജിൻ്റെ ഫ്രീക്വൻസിക്ക് അനുസരിച്ച് ചേഞ്ച് ചെയ്യുകയായിരുന്നു ചെയ്യുന്നത്. ഇൻഡയറക്റ്റ് മെത്തേഡിനകത്ത് അങ്ങനെയല്ല, ഡയറക്റ്റ്ലി വേരി ചെയ്യുകയല്ല ചെയ്യുന്നത്. നമുക്കിപ്പോൾ ആംസ്ട്രോങ് മെത്തേഡിനകത്ത് ആണെങ്കിൽ നമ്മൾ മോഡുലേറ്റഡ് സിഗ്നൽ വോൾട്ടേജ് അനുസരിച്ച് ക്യാരിയറിൻ്റെ ഫേസ് ആണ് ചേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, ക്യാരിയറിൻ്റെ ഫേസ് ചേഞ്ച് ചെയ്യുന്നു, അതുവഴിയാണ് നമുക്ക് എഫ് എം കിട്ടുന്നത്. അതായത് ക്യാരിയറിൻ്റെ ഫേസ് ചേഞ്ച് ചെയ്യുന്നത് വഴി എഫ് എം നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. അതുകൊണ്ടാണ് നമ്മളതിനെ ഇൻഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻഡയറക്റ്റ് മെത്തേഡ്. നമുക്ക് ഇൻഡയറക്റ്റ് മെത്തേഡിൻ്റെ ബ്ലോക്ക് ഡയഗ്രം നോക്കാം. മെയിൻ ബ്ലോക്ക് ഡയഗ്രം നോക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു ക്രിസ്റ്റൽ ഓസിലേറ്ററാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമുക്ക് കാണാം മുകളിൽ ക്രിസ്റ്റൽ ഓസിലേറ്റർ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ക്യാരിയർ ജനറേറ്റ് ചെയ്യുന്നതാണ് ഒരു ക്രിസ്റ്റൽ ഓസിലേറ്റർ. അപ്പോൾ നമ്മൾ ഒരു ലോ ഫ്രീക്വൻസി ക്രിസ്റ്റൽ ഓസിലേറ്ററാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ലോ ഫ്രീക്വൻസിയിലാണ് നമുക്ക് ക്രിസ്റ്റൽ ഓസിലേറ്റേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത്. ലോ ഫ്രീക്വൻസിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ക്രിസ്റ്റൽ ഓസിലേറ്ററിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നതിന് സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും ക്രിസ്റ്റൽ ഓസിലേറ്ററിന്. ഓക്കെ, അപ്പോൾ സ്റ്റെബിലിറ്റി കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ആംസ്ട്രോങ് മെത്തേഡ് യൂസ് ചെയ്യുന്നത് തന്നെ. നമ്മളതിനൊരു ക്രിസ്റ്റൽ ഓസിലേറ്ററിൻ്റെ ഔട്ട്പുട്ട് ഫ്രീക്വൻസി, അതായത് ക്യാരിയറിന് നമ്മൾ ബഫർ ആംപ്ലിഫയറിലേക്ക് കണക്ട് ചെയ്യുന്നു. ദെൻ ഈ ബഫർ ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ രണ്ട് ബ്ലോക്കിലേക്ക് കൊടുക്കുന്നുണ്ട്. ഒരു കമ്പൈനിങ് നെറ്റ്വർക്കിലേക്ക് കൊടുക്കുന്നുണ്ട്, അതുപോലെ ഒരു ഫേസ് ഷിഫ്റ്ററിലേക്ക് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഫേസ് ഷിഫ്റ്ററിലേക്ക് പോകാം. ഫേസ് ഷിഫ്റ്ററിനകത്ത് 90 ഡിഗ്രി ഫേസ് ഷിഫ്റ്റാണ് ക്യാരിയറിന് സംഭവിക്കുന്നത്. 90 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ചെയ്ത ക്യാരിയറാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് ഉണ്ടാവുക. അപ്പോൾ ഈ 90 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ചെയ്ത ക്യാരിയർ നമ്മൾ ബാലൻസ്ഡ് മോഡുലേറ്ററിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ബാലൻസ്ഡ് മോഡുലേറ്ററിലേക്ക്. അപ്പോൾ ഈ ബാലൻസ്ഡ് മോഡുലേറ്റർ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. AM-ൻ്റെ അകത്ത് ജനറേഷൻ സമയത്ത് പഠിച്ചിട്ടുള്ളതാണ്. ബാലൻസ്ഡ് മോഡുലേറ്റർ സർക്യൂട്ടിൻ്റെ ഔട്ട്പുട്ടിൽ 2 സൈഡ് ബാൻഡ്സ് മാത്രമേ കാണുള്ളൂ. ക്യാരിയറിനെ സപ്രസ് ചെയ്ത് കളയും. ഓക്കെ, ബാലൻസ്ഡ് മോഡുലേറ്ററിൻ്റെ ഔട്ട്പുട്ടിൽ 2 സൈഡ് ബാൻഡ്സ് മാത്രമേ കാണുള്ളൂ. അപ്പർ സൈഡ് ബാൻഡും ലോവർ സൈഡ് ബാൻഡും മാത്രമേ കാണുള്ളൂ. ഇതൊരു AM ജനറേറ്റ് ചെയ്യുന്ന മെത്തേഡാണ്. ബാലൻസ്ഡ് മോഡുലേറ്റർ AM-നകത്ത് ഡബിൾ സൈഡ് ബാൻഡ് ജനറേഷൻ ആയിട്ടുള്ള മെത്തേഡാണ്. അപ്പോൾ അതിലേക്കാണ് നമ്മൾ ഈ 90 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ചെയ്ത ക്യാരിയർ കണക്ട് ചെയ്യുന്നത്. ദെൻ അതിലേക്ക് തന്നെ നമ്മൾ നമ്മുടെ മോഡുലേറ്റിംഗ് സിഗ്നൽ ഓഡിയോ ഈക്വലൈസർ വഴി നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഈക്വലൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ മോഡുലേറ്റിംഗ് സിഗ്നൽ കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ മോഡുലേറ്റിംഗ് സിഗ്നൽ വോൾട്ടേജിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 2 സൈഡ് ബാൻഡ്സ്, മോഡുലേറ്റിംഗ് സിഗ്നൽ വോൾട്ടേജിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 2 സൈഡ് ബാൻഡ്സ് നമുക്ക് എവിടെ കിട്ടും? ഈ ബാലൻസ്ഡ് മോഡുലേറ്ററിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഈ സിഗ്നൽ നമ്മൾ കമ്പൈനിങ് നെറ്റ്വർക്കിലേക്കാണ് നമ്മൾ ഈ സൈഡ് ബാൻഡ്സ് രണ്ടും കൂടി കണക്ട് ചെയ്യുന്നത്. കമ്പൈനിങ് നെറ്റ്വർക്കിലേക്ക് നമുക്കറിയാം ഫേസ് ഷിഫ്റ്റ് ചെയ്യാത്ത ഡയറക്റ്റ് ക്യാരിയർ വരുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ നമ്മൾ സൈഡ് ബാൻഡ്സും കൊടുത്തിട്ടുണ്ട് കമ്പൈനിങ് നെറ്റ്വർക്കിലേക്ക്. ഓക്കെ, അപ്പോൾ ഈ കമ്പൈൻ നെറ്റ്വർക്കിലേക്ക് ഇത് സമ്മേഷനാണ് നടക്കുന്നത്, അഡീഷൻ നടക്കും. സോ നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ടിലാണ്, ഈ കമ്പൈൻ നെറ്റ്വർക്കിൻ്റെ ഔട്ട്പുട്ടിലാണ് നമുക്ക് ഫേസ് മോഡുലേഷൻ കിട്ടുന്നത്. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. നമുക്ക് ഫേസ് ഡയഗ്രം വഴി നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് നോക്കാം. നമുക്കിപ്പം ഫസ്റ്റ് കാണിച്ചിരിക്കുന്നത് അത് കാണിച്ചിരിക്കുന്നത് അൺമോഡുലേറ്റഡ് ക്യാരിയറിൻ്റെ വെക്ടറാണ്. അൺമോഡുലേറ്റഡ് ക്യാരിയർ. ദെൻ രണ്ടാമത്തെ ബിക്ക് എന്താ കാണിച്ചിരിക്കുന്നത്? നമ്മൾ 90 ഡിഗ്രി ഷിഫ്റ്റ് ചെയ്ത ക്യാരിയർ കാണിച്ചിരിക്കുന്നു. 90 ഡിഗ്രി ഷിഫ്റ്റഡ് ക്യാരിയർ. ദെൻ സി കാണിച്ചിരിക്കുന്നത് നമ്മുടെ ബാലൻസ്ഡ് മോഡുലേറ്ററിൻ്റെ ഔട്ട്പുട്ടാണ്. അപ്പർ സൈഡ് ബാൻഡും ലോവർ സൈഡ് ബാൻഡും കാണിച്ചിരിക്കുന്നു. USB, VLSB.
അതിന് നമ്മൾ അതിൻ്റെ റിസൾട്ടൻ്റ് വി എം എടുത്തിട്ടുണ്ട്. റിസൾട്ടൻ്റായിട്ട് വി എം എടുത്തിട്ടുണ്ട്. ഇനി താഴത്തെ ഫിഗർ കാണിച്ചിരിക്കുന്നത് ഇത് കമ്പൈൻഡ് നെറ്റ്വർക്കിൻ്റെ ഔട്ട്പുട്ടാണ്. കമ്പൈൻഡ് നെറ്റ്വർക്കിനകത്ത് എന്ത് സംഭവിക്കുന്നത്, അൺമോഡുലേറ്റഡ് ക്യാരിയറും ഈ സൈഡ് ബാൻഡുകളുടെ റിസൾട്ടൻറ്റും തമ്മിൽ ആഡ് ചെയ്യുന്നത്. അൺമോഡുലേറ്റഡ് ക്യാരിയറും സൈഡ് ബാൻഡിൻ്റെ റിസൾട്ടൻറ്റും തമ്മിൽ ആഡ് ചെയ്യുന്നു. സൈഡ് ബാൻഡിൻ്റെ റിസൾട്ടും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഫൈ എന്ന് പറയുന്ന ആംഗിളിലുള്ള ഒരു ഫേസ് ആംഗിളിൽ ഉള്ള ഒരു റിസൾട്ടൻ്റാണ് നമുക്ക് കിട്ടുന്നത്. താഴത്തെ ആംഗിൾ കൊടുത്തിട്ടുണ്ട്. ഫൈ എന്ന് പറയുന്ന ഫേസ് ആംഗിളിലുള്ള വി എം എന്ന് പറയുന്ന ഒരു ആംഗിളാണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ നമ്മൾ കമ്പൈൻഡ് നെറ്റ്വർക്കിൻ്റെ ഔട്ട്പുട്ടിൽ ഫൈ എന്ന് പറയുന്ന ഫേസ് ഫൈ എന്ന് പറയുന്ന ആംഗിളിലേക്ക് ഫേസ് മോഡുലേഷൻ കിട്ടിയ വേവാണ് നമുക്ക് കിട്ടുന്നത്. എഫ് എം എന്ന് പറയുന്നത് നമുക്കറിയാം, എഫ് എം എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് സിമിലർ ടു പി എം ആണ്. ഫേസ് മോഡുലേഷൻ വഴി നമുക്ക് എഫ് എം ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇപ്പം കിട്ടുന്ന ഈ കമ്പൈൻഡ് നെറ്റ്വർക്കിൻ്റെ ഔട്ട്പുട്ടിൽ കിട്ടുന്ന എഫ് എം എന്ന് പറയുന്നത് നാരോ ബാൻഡ് എഫ് എം ആണ്. നാരോ ബാൻഡ് എഫ് എം, അതായത് നാരോ ബാൻഡാണ്. അതുപോലെ ഫ്രീക്വൻസി ഡീവിയേഷനും വളരെ സ്മോൾ ആയിരിക്കും. അപ്പം നമുക്കിതിനൊരു വൈഡ് ബാൻഡ് എഫ് എം വിത്ത് ലാർജ് ഫ്രീക്വൻസി ഡീവിയേഷൻ ആക്കണമെങ്കിൽ, വൈഡ് ബാൻഡ് എഫ് എം വിത്ത് ലാർജ് ഫ്രീക്വൻസി ഡീവിയേഷൻ ആക്കണമെങ്കിൽ നമ്മൾ കുറച്ച് മൾട്ടിപ്ലയേഴ്സും മിക്സേഴ്സും ആഡ് ചെയ്യേണ്ടി വരും. മൾട്ടിപ്ലെയർ എന്ന് പറയുമ്പം നമുക്ക് സെൻട്രൽ ഫ്രീക്വൻസിനെയും അതുപോലെ തന്നെ ഡീവിയേഷനെയും മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് മൾട്ടിപ്ലെയർ എന്ന് പറയുന്നത്. നമുക്ക് 1, 2, 3 മൾട്ടിപ്ലയേഴ്സ് നമ്മുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് ഏത് ഫ്രീക്വൻസിയിലേക്കാണോ അപ്ഗ്രേഡ് ചെയ്യേണ്ടത് അതനുസരിച്ച് നമ്മൾ മൾട്ടിപ്ലയേഴ്സ് കണക്ട് ചെയ്യണം. മിക്സർ എന്ന് പറയുമ്പം അതിൻ്റെ സെൻറ്റർ ഫ്രീക്വൻസിനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മിക്സർ യൂസ് ചെയ്യുന്നത്. സെൻറ്റർ ഫ്രീക്വൻസിനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മിക്സർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം മൾട്ടിപ്ലെയറും മിക്സറും യൂസ് ചെയ്യുന്നത് നമ്മുടെ ഫ്രീക്വൻസിയുടെ ലെവൽ കൺവേർഷന് വേണ്ടിയിട്ടാണ്. മൾട്ടിപ്ലെയർ എന്ന് പറയുന്നത് എൻ്റയർ ഫ്രീക്വൻസിനെയും സെൻട്രൽ ഫ്രീക്വൻസിനെയും അതുപോലെ ഡീവിയേഷനെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യും. മിക്സർ എന്ന് പറയുന്നത് അതേസമയം സെൻട്രൽ ഫ്രീക്വൻസിനെ മാത്രം അപ്ഡേറ്റ് ചെയ്യും. സോ ഇതിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ ക്ലാസ് സി പവർ ആംപ്ലിഫയർ വഴി ട്രാൻസ്മിറ്റിംഗ് ആൻറ്റിനയിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇൻഡയറക്റ്റ് മെത്തേഡിൽ എഫ് എം ജനറേറ്റ് ചെയ്യുന്നത്. അതായത് ഫസ്റ്റ് നമ്മൾ ആദ്യത്തെ ബോക്സ് എല്ലാം കൂടി പറയുവാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഒരു ഫേസ് മോഡുലേറ്റർ വെക്കുന്നു, രണ്ടാമത് മൾട്ടിപ്ലയേഴ്സ് ആൻഡ് മിക്സേഴ്സ് വെക്കുന്നു. ഓക്കെ, അപ്പം ഈ രണ്ട് മെത്തേഡ്സും വഴി ഫേസ് മോഡുലേറ്റർ വഴി നമുക്ക് നാരോ ബാൻഡ് എഫ് എം കിട്ടും. അതിനെ വൈഡ് ബാൻഡ് എഫ് എം ആക്കാൻ വേണ്ടി നമ്മൾ മൾട്ടിപ്ലയേഴ്സ് ആൻഡ് മിക്സേഴ്സ് യൂസ് ചെയ്യുന്നു. ഇതാണ് ആംസ്ട്രോങ് മെത്തേഡ് ഓഫ് എഫ് എം ജനറേഷൻ എന്ന് പറയുന്നത്. നമ്മൾ അതിൻ്റെ അത് പി പി ടിക്ക് അത് കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ട് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ക്രിസ്റ്റൽ ഓസിലേറ്ററിൻ്റെ കാര്യമാണ് പറയുന്നത്. ക്രിസ്റ്റൽ ഓസിലേറ്ററിൻ്റെ ഫ്രീക്വൻസി നമ്മൾ ഫേസ് ഷിഫ്റ്റ് ചെയ്യുന്നു. ഫേസ് ഷിഫ്റ്റ് ചെയ്തിട്ട് ബാലൻസർ മോഡുലേറ്ററിലേക്ക് കൊടുക്കുന്നു. ബാലൻസർ മോഡുലേറ്ററിലേക്ക് ഇൻപുട്ട് അതായത് മോഡുലേറ്റിംഗ് ഫ്രീക്വൻസി കൊടുക്കുന്നുണ്ട്. ദെൻ ബാലൻസർ മോഡുലേറ്ററിൻ്റെ ഔട്ട്പുട്ടിൽ നമുക്ക് ഡബിൾ സൈഡ് ബാൻഡ് സപ്രസർ ക്യാരിയർ വേവ് ആണ് കിട്ടുന്നത്. ഇതിനെ നമ്മൾ കമ്പൈൻ നെറ്റ്വർക്കിലേക്ക് കൊടുക്കുന്നു. കമ്പൈൻ നെറ്റ്വർക്കിൽ ഒറിജിനൽ ക്യാരിയറുമായിട്ടാണ് കമ്പൈൻ ചെയ്യുന്നത്. ഒറിജിനൽ ക്യാരിയറുമായിട്ട് കമ്പൈൻ ചെയ്ത് നമുക്ക് നാരോ ബാൻഡ് ഫ്രീക്വൻസി മോഡുലേറ്റഡ് വേവ് കിട്ടും. ഇതാണ് എൻ്റെ ഫേസർ ഡയഗ്രം കാണിച്ചിരിക്കുന്നത്, നമ്മൾ പറഞ്ഞതാണ് നേരത്തെ. ദെൻ ഫേസറിൻ്റെ അകത്ത് ഉള്ള കാര്യങ്ങളാണ്, ഫേസിൻ്റെ അകത്ത് കാര്യങ്ങൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നതാണിത്. ഒറിജിനൽ ക്യാരിയർ, ഫേസ് ഷിഫ്റ്റ് സംഭവിച്ച ക്യാരിയർ, അതുപോലെ സപ്രസ്ഡ് ക്യാരിയറുള്ള രണ്ട് സൈഡ് ബാൻഡ്സ് VUSBയും VLSBയും. ദെൻ കമ്പൈൻ ചെയ്തിരിക്കുന്നത് ഏതൊക്കെയായിരുന്നു? നമ്മൾ അൺസപ്രസ്ഡ് ക്യാരിയറും നമ്മുടെ സൈഡ് ബാൻഡ്സും തമ്മിൽ കമ്പൈൻ ചെയ്തിട്ടാണ് നമുക്ക് റിസൾട്ടിങ് ഔട്ട്പുട്ട് കിട്ടുന്നത്. അപ്പം ഇതിൻ്റെ ഈ കമ്പൈൻ നെറ്റ്വർക്കിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് FM ആണ്, ഫേസ് വേരിയഡ് FM ആണ്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് VM ആയിരിക്കും. നമ്മൾ ഇതിനകത്ത് നമ്മുടെ മോഡുലേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത് ഇൻഎഡ്യൂക്കേറ്റ് ആയതുകൊണ്ട്, അതായത് നമുക്ക് നാരോ ബാൻഡ് FM ആണ് കിട്ടുന്നത്, അതുകൊണ്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു? മൾട്ടിപ്ലയേഴ്സ് ആൻഡ് മിക്സേഴ്സ് യൂസ് ചെയ്യുന്നു. മിക്സർ എന്ന് പറയുന്നത് നമുക്ക് സെൻട്രൽ ഫ്രീക്വൻസിനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബ്ലോക്കാണ്. അതുപോലെ മൾട്ടിപ്ലയർ എന്ന് പറയുന്നത് സെൻട്രൽ ഫ്രീക്വൻസി ഡീവിയേഷനെയും കൂടെ ഈക്വലി മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബ്ലോക്കാണ്. ഓക്കെ,
നമ്മൾ ഈ ഫ്രീക്വൻസി മോഡുലേഷൻ്റെ അകത്ത് നമ്മൾ ആംസ്ട്രോങ് മെത്തേഡ് യൂസ് ചെയ്യുമെന്ന് പറഞ്ഞാൽ സ്റ്റെബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആംസ്ട്രോങ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഇത്രയുമാണ് നമുക്കുള്ളത്. ആംസ്ട്രോങ് മെത്തേഡ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് മെത്തേഡ് ഓഫ് FM ജനറേഷൻ എന്ന് ചോദിച്ചാൽ നമുക്ക് ഇത് സിമ്പിളായിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, താങ്ക് യു.